ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിലായിട്ട് നമ്മൾ ഇസ്രയേലിനെ കുറിച്ച്, അഥവാ ഏകരാഷ്ട്രമായിരുന്ന ഇസ്രയേൽ പിന്നത്തേതിൽ അത് തകരുകയും മറ്റ് ലോകൈക 4 സാമ്രാജ്യങ്ങൾക്ക് അത് വഴി ഇരിക്കുകയും ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് ആണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ലോകൈക മഹാസാമ്രാജ്യങ്ങളുടെ ദർശനങ്ങളിൽ 3-ാം സാമ്രാജ്യമായ ഗ്രീസിന്റെ പതനവും കഴിഞ്ഞ ദിവസത്തിലെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായല്ലോ. ദാനിയേൽ 8:9 തൊട്ട് 11 വരെയുള്ള ഭാഗത്ത് ആ കോലാട്ടുകൊറ്റന്റെ തലയിൽ തലയിലുള്ള ആ 4 കൊമ്പുകളിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു എന്നും അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു തുടങ്ങിയ ആ പ്രവചനങ്ങളെ കുറിച്ച് നാം അവിടെ കാണുന്നതിനാൽ 4-ാം സാമ്രാജ്യത്തിന്റെ വിശുദ്ധീകരണവും അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിട്ടാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. BC 30 റോമാ സാമ്രാജ്യം രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. നെബൂഖദ്നേസർ കണ്ട മഹാബിംബത്തിലെ ഇരുമ്പ് കൊണ്ടുള്ള ഭാഗം പോലെ അതിന് കുറെ ശക്തി ഉണ്ടായിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ അത് ആരംഭിക്കുന്ന ഇടത്ത് ഒന്നായിരിക്കുകയും പിന്നീട് 2 കാലുകളായിട്ട് അത് പിരിയുകയും ചെയ്യുന്നതാണ് ആ ബിംബത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. റോമാ സാമ്രാജ്യം ചരിത്രം നോക്കിയാൽ ഈ ദർശനം പ്രത്യക്ഷരം നിറവേറിയതായി ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. BC 700 അടുത്ത് റൊമുലസ് എന്ന ഒരു വീരൻ ഇറ്റലിയില് ടൈബർ നദി തീരത്ത് ഒരു മലമേൽ ഒരു പട്ടണം പണിയുകയുണ്ടായതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തന്റെ പേരിൻ പ്രകാരം അതിന് റോമാ നഗരം എന്ന് പേരിടുവാനായിട്ടും ഇടയായി തീർന്നു. എന്നാൽ കാലാന്തരത്തില് ആ പട്ടണം വിസ്തൃതി പ്രാപിച്ച് 7 മലമേല് പണിയപ്പെട്ട ഒരു മഹാനഗരമായി തീരുകയാണ് ചെയ്തത്. അതിന്റെ പേരുകള് ക്യാപിറ്റോളിയൻ, അതേപോലെ പാലറ്റൈൻ, അവന്റൈൻ, കോവേലിയൻ, എസ്പിലോയിൻ, കൊറിനൈൻ, വിമിനൽ എന്നീ പേരുകളിൽ ആ 7 മലകൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടുത്തെ ജനം കൃഷിവലന്മാരായിരുന്നു. എന്നാൽ BC 30 ആയപ്പോൾ അവർ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചു. അതാണ് പിന്നീട് റോമാ സാമ്രാജ്യമായിട്ട് തീരുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ BC 30 മുതൽ AD 364 വരെയും റോമാ സാമ്രാജ്യം ഏകരാഷ്ട്രമായിരുന്നു. ഈ കാലയളവിലാണ് കുസ്തന്തീനോസ് അഥവാ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 310 അടുത്ത് ക്രിസ്തുമതം സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് കുസ്തന്തീനോസ് സാമ്രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്ത് കോൺസ്റ്റന്റൈനോപ്പിൾ എന്ന നഗരം സ്ഥാപിച്ചതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാലങ്ങളിൽ റോമൻ ഭരണാധികാരികളുടെ ശക്തി ക്ഷയിക്കുകയും രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങൾ ആരംഭിക്കുകയും ചെയ്തതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് സാമ്രാജ്യം അത് 2 ആകുകയും രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗം റോമാ നഗരം കേന്ദ്രമാക്കിക്കൊണ്ട് വലൻറീനിയൻ എന്നവരും കിഴക്ക് ഭാഗം കുസ്തന്തീന നഗരം എന്ന കേന്ദ്രമാക്കി അത് വാലൻസ് എന്നവരും ചക്രവർത്തിയായി ഭരണം നടത്തുകയുണ്ടായി. അപ്രകാരം ദർശനത്തിലെ ബിംബത്തിന്റെ ആ ഇരുമ്പ് ഭാഗം പിന്നീട് 2 അത് തീരുകയും കാലാന്തരത്തിൽ അത് പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ എന്നീ സാമ്രാജ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതെ, ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുന്നതിനോടൊപ്പം നാം ചിന്തിച്ചു വരികയാണ്. ഇനിയും ആ റോമാ സാമ്രാജ്യത്തിന്റെ പരിപൂർണമായ പതനത്തെക്കുറിച്ച് ദാനിയേൽ കണ്ട ദർശനങ്ങളിലുണ്ട്. അത് നമുക്ക് അടുത്ത ദിനങ്ങളിൽ
ചിന്തിക്കാവുന്നതുമാണ്. സ്തോത്രം. പാപത്തിന്റെ വാഞ്ചനകൾ തേടി ഞാൻ പോയ നേരം മുള്ളുകൾക്കിടയിലൂടെ തേടിയിറങ്ങി നല്ല ഇടയൻ. പാപത്തിന്റെ വാഞ്ചനകൾ തേടി ഞാൻ പോയ നേരം മുള്ളുകൾക്കിടയിലൂടെ